പ്രിയയും ശങ്കറാമും കൂടി നന്ദനെ ഇന്ന് തന്നെ തീർക്കാം, ഇന്ന് തന്നെ ഇല്ലാതാക്കാം എന്നുള്ള പ്ലാൻ എല്ലാം തന്നെ പൂജ അറിയാണ് കേട്ടോ. അങ്ങനെ പൂജയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ പൂജ അർജുനെ വിളിക്കുകയാണ്. അപ്പോൾ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അർജുന ഔട്ട് ഓഫ് റേഞ്ച് ആവും കേട്ടോ. അങ്ങനെ പൂജ മറ്റൊന്നും നോക്കാതെ തന്നെ ഒരു ഓട്ടോ വിളിച്ച് നന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ഈ സമയത്ത് നന്ദനാണെങ്കിലോ പ്രിയ പറഞ്ഞ പോലെ നെഹ്റു പാർക്കിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ പൂജ പറയാണ്, അച്ഛൻ പോവരുത് എന്ന് പറയട്ടോ. അപ്പോൾ പൂജേനെ കാണുമ്പോൾ തന്നെ നന്ദന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ പോകാൻ പോകുന്നത് പ്രിയ വിളിച്ചിട്ടല്ലേ, ഇത് ചതിയാണ് അച്ഛ, പ്രിയയും ശങ്കറാമംഗളും കൂടി ഒരുക്കിയ കെണിയാണ്, അച്ഛൻ ഈ വലയിൽ വീഴരുത്, അച്ഛൻ ഞാൻ പറഞ്ഞതൊന്ന് വിശ്വസിക്കുക, ഞാൻ അവർ സംസാരിക്കുന്നത് എല്ലാം തന്നെ കേട്ടു എന്നൊക്കെ പറയുമ്പോഴും നന്ദൻ അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ. നന്ദൻ ദേഷ്യം പിടിച്ചിട്ട്, നീ എൻ്റെ മുന്നിൽ നിന്ന് മാറി നിന്നോ, എൻ്റെ മോളും എൻ്റെ കൂടപ്പുറപ്പും എന്നെ ചതിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു, അവർ രണ്ടുപേരെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങളും എനിക്ക് ചോദിച്ചറിയാനുണ്ട്, അതുകൊണ്ട് നീ മര്യാദക്ക് മാറിക്കോ എന്ന് പറയുമ്പോഴും പൂജ ഒരുപാട് അങ്ങ് കരഞ്ഞിട്ട് അച്ഛൻ പോവരുത് എന്നങ്ങ് പറയട്ടെ. അങ്ങനെ നന്ദൻ കാറിൻ്റെ ഡോറ് തുറക്കണ സമയത്ത് പൂജ ആ കാർ അങ്ങ് അടക്കണട്ട്, അച്ഛൻ പോവരുത്, ഞാൻ പറഞ്ഞത് കേൾക്ക്, അവർ ചതിക്കാനാണ്, അച്ഛനെ എന്തോ കെണിയിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. മാറി നിൽക്കടി, നിന്നോട് എനിക്ക് 2 വർത്തമാനം പറയണം, അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ, എന്നിട്ട് വേണം, അവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ, നീ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും, നിൻ്റെയും നിൻ്റെ ഭർത്താവ് അർജുൻ്റെയും മുന്നിലേക്ക് ഞാൻ വരുന്നുണ്ട്, എന്നിട്ട് എനിക്ക് 2 സംസാരിക്കാനുമുണ്ട്, ഇനിയെങ്കിലും ഇതേപോലെ അനാഥാലയത്തിൽ അച്ഛ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആരെങ്കിലും വരാനുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം എന്നും പറഞ്ഞിട്ട് നന്ദൻ അങ്ങ് ചൂടായിട്ട് തന്നെ പൂജ പറയുന്ന വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ നന്ദൻ അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ പൂജയ്ക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്, എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താവും അർജുൻ്റെ ഫോണ് വരികയാണ്. അപ്പോൾ അർജുനോട് പറയണം, അജുവേട്ട ഞാൻ വിളിച്ചത് ഇക്കാര്യമൊക്കെ പറയാനാണ് എന്നും പറഞ്ഞിട്ട് പ്രിയയും ശങ്കറാമും കൂടി ഒരുക്കിയ ആ പ്ലാനിനെ കുറിച്ച് എല്ലാം തന്നെ അർജുനോട് പറയാൻ കേട്ടോ. അപ്പോൾ അജുവേട്ടന് എത്രയും പെട്ടെന്ന് അച്ഛനെ രക്ഷിക്കണം, അച്ഛനാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുമില്ല, പ്രിയയുടെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇനി ടെൻഷൻ ആവില്ല, ഞാനിതാ വരുന്നു എന്നും പറഞ്ഞിട്ട് പൂജ നിൽക്കുന്ന സ്ഥലത്തേക്ക് അർജുൻ കാറുകൊണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇവർ 2 പേരും കൂടി നെഹ്റു പാർക്കിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോഴത്തേക്കും അവിടെ നന്ദൻ എത്തിയിട്ടുണ്ടാവും കേട്ടോ. രാത്രി ആയിട്ടുണ്ടാവും, 6:30 മണി സമയമാണ് പ്രിയ പറഞ്ഞിട്ടുണ്ടാവുക. ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേന് തന്നെ നന്ദൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ നന്ദൻ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രിയേനെയും ശങ്കറാമിനെയും കാത്തും കൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്താവും ഒരു കാറ് വന്നങ്ങ് നിൽക്കുകയാണ്, അതിൽ നിന്നും സേനാപതി അങ്ങ് ഇറങ്ങാൻ കേട്ടോ. സേനാപതിയെ കണ്ടപ്പോൾ തന്നെ നന്ദന് കാര്യം മനസ്സിലാവാണ്, കാരണം അൻസാരി കാണിച്ചു കൊടുത്ത ആ വീഡിയോ അറിയാലോ, ശങ്കറാമും സേനാപതിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ നന്ദൻ ഒരു മൈൻഡും ചെയ്യില്ല കേട്ടോ സേനാപതി വരുമ്പോൾ. എന്നിട്ട് സേനാപതിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ കൊട്ടേഷനുമായിട്ടാവില്ലേ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ, അതെ കൊട്ടേഷൻ തന്നെയാണ്, നിന്നെ ഇന്ന് ഇവിടെ ഇട്ട് തീർക്കാനാണ് കൊട്ടേഷൻ എന്നങ്ങ് പറയുമ്പോൾ നന്ദനൊന്നും ഒരു മൈൻഡും ചെയ്യാതെ ഒരു കൂസലും ഇല്ലാതെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ പറയാണ് സേനാപതി പറയും, എന്നെ സഹായിക്കാൻ ഒരാൾ കൂടിയുണ്ട്, ആ ആളെ കാണണ്ടേ എന്നും പറഞ്ഞിട്ട് നേരെ കാറിൻ്റെ അവിടേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ ആ കാറിലെ ഡോർ അങ്ങ് തുറന്നിട്ട് ശങ്കർ അങ്ങ് പുറത്ത് വരികയാണ്. ശങ്കറിനെ കണ്ടപ്പോഴും നന്ദന് ഒരു കുലുക്കവും ഉണ്ടാവില്ല കേട്ടോ, കാരണം 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സുകളാണ് എന്നുള്ള കാര്യം നന്ദൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവനാണ് എന്നുള്ളതൊക്കെ എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്നങ്ങ് പറയുമ്പോൾ, നിങ്ങൾക്ക് അറിയായിരുന്നോ, എന്നാൽ വളരെയധികം ഉപകാരം തന്നെ എന്നങ്ങ് പറയുമ്പോൾ ശങ്കർ അങ്ങ് വരികയാണ് കേട്ടോ. ഏട്ടാ, ഞാനും സേനാപതിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഏട്ടൻ അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ, അത് ഞങ്ങൾക്ക് നല്ല ഉപകാരമായി, എന്തായാലും ഏട്ടനെ ഇവിടേക്ക് വരുത്തിയത് എന്തിനാണെന്നുള്ളത് ഏകദേശമൊക്കെ ഏട്ടന് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഏട്ടൻ്റെ സ്വത്തുക്കൾ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ട് ഏട്ടൻ ആദ്യം ആ ഒരു പേപ്പറിലൊക്കെ അങ്ങ് ഒപ്പിട്ടേക്ക് എന്നങ്ങ് പറയുമ്പോൾ, എടാ ചതിയ, നിനക്ക് സ്വത്ത് വേണമെങ്കിൽ ആദ്യമേ ഒന്ന് പറഞ്ഞാൽ പോരെ, നിനക്ക് എൻ്റെ മകൾക്ക് പകുതിയും നിനക്ക് പകുതിയും ഞാൻ തരില്ലേ, എനിക്ക് ഒരു മടിയുമില്ലല്ലോ, നിനക്ക് അഥവാ ഇനി മുഴുവൻ സ്വത്തും വേണമെങ്കിൽ അതും ഞാൻ എഴുതി തരുമല്ലോ, ഞാൻ അങ്ങനെയല്ലേടാ നിന്നെ ഞാൻ നോക്കി വളർത്തിയത്, നീ എൻ്റെ കൂടപ്പറപ്പ് മാത്രമല്ല, ഞാൻ നിന്നെ ഒരു മകനെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, അത്രയ്ക്കധികം വിശ്വസിച്ചിട്ട് നീ എന്നെ ഇങ്ങനെ ചതിക്കണമായിരുന്നടാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ അനു എവിടെ, അനു വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന്, അവളെ നീ എന്തു ചെയ്തു എന്ന് അനുവോ, അത് ഏട്ടൻ്റെ അനുവൊന്നുമല്ല, സ്നേഹസദനത്തിൽ ഏട്ടൻ്റെ മക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് പ്രിയയല്ല, അത് അർജുൻ താലി കെട്ടിക്കൊണ്ടുവന്ന ആ പൂജയില്ലേ, പൂജയാണ് ഏട്ടൻ്റെ മകൾ.
മകൾ എന്നങ്ങ് പറയുമ്പോൾ നന്ദൻ ആകെ അങ്ങ് ഷോക്കാവാണ് കേട്ടോ. അപ്പോൾ അരുണിമ പറഞ്ഞത് സത്യം തന്നെയാണ് എന്നുള്ള കാര്യം അപ്പോൾ ആ സമയത്ത് നന്ദൻ്റെ മനസ്സിലൂടെ അങ്ങ് പോവുകയാണ്. എടാ ചതിയ എന്നും പറഞ്ഞിട്ട് ശങ്കറിൻ്റെ കഴുത്ത് പിടിക്കാനും കോളർ പിടിക്കാനൊക്കെ നന്ദൻ ഒരുങ്ങുമ്പോഴത്തേക്കും സേനാപതി നന്ദൻ്റെ 2 കൈയും അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. 2 കൈയും ബാക്കിലേക്ക് അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് കഴുത്ത് പിടിച്ചിട്ട് മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞതുപോലെ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ടോളണം എന്നങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. ഇല്ല, ഒരിക്കലും ഞാൻ ഒപ്പിടില്ല എന്നങ്ങ് പറയുമ്പോഴത്തേക്കും അവിടേക്ക് കമ്മീഷണർ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ കമ്മീഷണറെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാവുകയാണ് ശങ്കറിന്. ഇയാളാണല്ലേ എൻ്റെ 3ാമത്തെ ശത്രു എന്ന് പറയുന്നത്. നിങ്ങളും ഞാനും തമ്മിൽ എപ്പോഴാണ് ഒരു വൈരാഗ്യം ഉണ്ടായിട്ടുള്ളത്? എന്തിനാണ് നിങ്ങൾ എന്നെ പിന്തുടരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. 22 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു കരാറാണ് ഇന്ന് ഞാൻ തീർക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ പകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും ശങ്കറാമ് നന്ദൻ്റെ കൈയിൻ്റെ വിരലങ്ങ് കത്തി വെച്ചിട്ട് അങ്ങ് മുറിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മര്യാദയ്ക്ക് ഒപ്പിട്ടോളണം എന്ന് പറയുമ്പോഴും നന്ദൻ നന്നായിട്ട് തന്നെ ബലം പിടിക്കുന്നുണ്ട്. പക്ഷേ അത് സേനാപതിയും ശങ്കറാമും കൂടി തന്നെ ബലം പിടിച്ചുകൊണ്ട് തന്നെ നന്ദനെ കൊണ്ട് പേപ്പറുകളിലൊക്കെ തന്നെ മുദ്രപേപ്പറിലൊക്കെ തന്നെ നന്ദൻ്റെ കയ്യൊപ്പ് അങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പിന്നെ അത് വാങ്ങിയ ശേഷം പിന്നെ കമ്മീഷണറാണ് കേട്ടോ നന്ദൻ്റെ വയറ്റിലേക്ക് അങ്ങ് കത്തി വെച്ച് കുത്തുന്നത്. എന്നിട്ട് അവർ 3 പേരും ഇവിടേക്ക് ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല, ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല എന്നും പറഞ്ഞിട്ട് അവർ 3 പേരും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അർജുനും പൂജയും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ എല്ലായിടത്തും തിരയാണ് കേട്ടോ. നെഹ്റു പാർക്കിൽ വെച്ചിട്ടാണ് കൗടിക്കാഴ്ച എന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ് അജുവേട്ട എന്ന് പറയുമ്പോഴും അവിടെ 2 പേരും തിരയുന്ന സമയത്ത് അർജുൻ പെട്ടെന്ന് തന്നെ നന്ദഗോപൻ അവിടെ വീണ് കിടക്കുന്നത് കാണാൻ കേട്ടോ. ദേ പൂജ അങ്ങോട്ട് നോക്ക്, അങ്കിൾ അതാ കിടക്കുന്നു എന്നങ്ങ് പറയുമ്പോൾ നന്ദൻ ആകെ ചോരയിൽ കുളിച്ചിട്ട് തന്നെ ആകെ മരണവെപ്രാളത്തോട് കൂടിയിട്ടാവും കേട്ടോ നന്ദൻ അവിടെ കിടക്കുന്നുണ്ടാവുക. അത് കണ്ടപ്പോൾ പൂജ അങ്ങ് അലറി വിളിക്കുകയാണ് കേട്ടോ, അച്ചായ എന്നും പറഞ്ഞിട്ട് ഓടി ചെല്ലാണ്. എന്നിട്ട് പൂജയും അർജുനും കൂടിയിട്ട് നന്ദഗോപനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് അർജുൻ്റെ കാറിൽ അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് നന്ദന ICUവിലേക്ക് കയറ്റുകയാണ്. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് അച്ചമ്മയും മധു ആൻറ്റിയും മാധുരിയും ആനന്ദൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അവരെല്ലാവരും കൂടി ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. പ്രിയയാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയയും ഉണ്ടാവും. പ്രിയനെ കണ്ടതോട് കൂടിയിട്ട് പൂജയുടെ ക്ഷമ അങ്ങ് നശിക്കാണ്ട് ഇനി ഒരുത്തിയാണ് എൻ്റെ അച്ഛന് ഈ ഗതി വരുത്തിയത് പറഞ്ഞിട്ട് പ്രിയനെ നല്ലതായിട്ട് തന്നെ പൂജ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കരണക്കുറ്റി നോക്കി അടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ മധു ആൻറ്റി അപ്പോഴും പ്രിയക്ക് നല്ല കൂട്ടായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. ഇനി നന്ദഗോപന് ബ്ലഡിൻ്റെ ആവശ്യം വരും കേട്ടോ. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ബ്ലഡ് ആവശ്യപ്പെടുന്ന സമയത്ത് പ്രിയോട് ബ്ലഡ് കൊടുക്കാനൊക്കെ അർജുൻ പറയും കേട്ടോ. അത് പ്രിയോട് പറയുമ്പോൾ പ്രിയ ഒരു പരിങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴും മധു ആൻറ്റി അതിൽ ഇടപെടുകയാണ്. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് വരാനിരിക്കുന്നത്.